പ്രേംലാൽ, ഈ ആക്സിയൻ 4 വിക്ഷേപണം ഒരു വിധത്തിൽ നടക്കാതിരുന്നത് നന്നായി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എന്താണ് അതിന് കാരണം? ഈ ആക്സിയം 4 എന്ന് പറഞ്ഞാൽ, അതായത് ആക്സിയം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ്. ആക്സിയവും സ്പേസ് എക്സ്, മറ്റൊരു സ്വകാര്യ ഏജൻസി സ്പേസ് എക്സ്, നാസ, അതായത് അമേരിക്കയുടെ ഔദ്യോഗികമായ ബഹിരാകാശ ഏജൻസിയാണ് നാസ, പിന്നെ ISRO, പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഇവരെല്ലാവരും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു ദൗത്യമാണ് ഈ ആക്സിയം 4. അപ്പോൾ ഇത് പ്രകാരം 4 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതിയായിരുന്നു ഇത്. അപ്പോൾ ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഇതിൻ്റെ പൈലറ്റ് ആണെന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ളത്. ഏതാണ്ട് 40 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ ദൗത്യത്തിനിറങ്ങുന്നത്. ആദ്യമായിട്ടായിരിക്കും ഒരാൾ ബഹിരാകാശ നിലയത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ദൗത്യം വളരെ നിർണായകമാണ്. പിന്നെ അമേരിക്കക്കാരൻ, അതായത് ഈ ആക്സിയം 4 തന്നെ സ്ഥാപകനായ പെഗി വിറ്റ്സൺ ആണ് ഇതിൻ്റെ കമാൻഡർ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രതിനിധിയായി പോളണ്ടുകാരൻ സാൽവോസ് ഉസ്വാൻസ്കി, പിന്നെ ഒരു ഹംഗറിക്കാരി തിബോർ കാപ്പു, ഇത്രയും പേരാണ് ഈ ദൗത്യത്തിലെ അംഗങ്ങൾ. കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇതിൻ്റെ വിക്ഷേപണം നിശ്ചയിച്ചത്. അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 11-ാം തീയതി ആണ് ഇതിൻ്റെ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം ഈ വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു. നേരത്തെ ഇതിന് 3 തവണ കൂടി ഇതിൻ്റെ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നു. ആദ്യം നിശ്ചയിച്ചിരുന്നത് മെയ് 29, പിന്നെ അത് ജൂൺ 8, ജൂൺ 10, പിന്നെ ജൂൺ 11. ജൂൺ 11-നാണ് അവസാനമായി, അതായത് എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി ഇന്ത്യ കാത്തിരുന്ന ആ ഒരു ദിനം വന്നു എന്ന തരത്തിൽ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം അവസാന നിമിഷമാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. അതിൻ്റെ കാരണമായി പറഞ്ഞത് ലിക്വിഡ് ഓക്സിജൻ ലീക്ക്, അതായത് ഈ സ്പേസ് എക്സ് റോക്കറ്റിൻ്റെ ബൂസ്റ്ററുകളിൽ ലിക്വിഡ് ഓക്സിജൻ, അതായത് ഓക്സിജൻ വാതകമാണെങ്കിലും ഇത്തരം സംഗതികളിലൊക്കെ അത് ദ്രവരൂപത്തിലാണ് സൂക്ഷിക്കുക. അപ്പോൾ അതിൽ ഒരു ലീക്ക് കണ്ടെത്തി എന്നുള്ളതാണ് വാർത്തകൾ വന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ മറ്റൊരു വസ്തുത കൂടി ഇപ്പോൾ പറയുന്നു. അതായത് ഇവർ മുൻ നിശ്ചയപ്രകാരം ഈ 11-ാം തീയതി വൈകിട്ട് വിക്ഷേപണം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ISRO ചെയർമാൻ V. നാരായണൻ, അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഈ വിക്ഷേപണം മാറ്റിവെച്ചത്. അത് പിന്നീട് വലിയൊരു ദുരന്തം ഒഴിവാക്കി എന്ന് വേണം പറയാൻ. കാരണം ഈ സ്പേസ് എക്സ് റോക്കറ്റ് മുൻപ് ഒരു ദൗത്യത്തിൽ പങ്കെടുത്തപ്പോൾ അതിൻ്റെ പിന്നെ ഈ പറയുന്ന പ്രൊപ്പല്ലറിൻ്റെ ഭാഗത്ത് ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു, ഒരു ചെറിയ പൊട്ടലുണ്ടായിരുന്നു. പക്ഷേ അതിവർ റിപ്പയർ ചെയ്തെങ്കിൽ അത് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് ISRO ചെയർമാനായ V. നാരായണന് ആശങ്കയുണ്ടായിരുന്നു, ആ കാര്യത്തിൽ പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവർ നേരത്തെ തന്നെ ഈ 11-ാം തീയതി ഈ ബഹിരാകാശ പേടകം വിക്ഷേപിക്കാനായിട്ട് ആ വിക്ഷേപണ തറയിൽ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടായത്. അങ്ങനെ അതേപോലൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ അതിൽ പൂർണ്ണ പരിശോധനകൾ നടത്തിയിട്ട് മതി വിക്ഷേപണമെന്ന് ISRO ചെയർമാൻ നാരായണൻ നിലപാടെടുത്തു. അങ്ങനെ ഈ പരിശോധക സംഘം അവസാന വട്ടം ഒരു പരിശോധനയ്ക്കെത്തി. അപ്പോൾ യാദൃച്ഛികവശാൽ ഈ ഒരു വെൽഡിങ് ക്രാക്ക്, അതായത് നമ്മൾ ഈ വെൽഡ് ചെയ്യുമ്പോൾ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിലൊരു പൊട്ടൽ കണ്ടെത്തി. ഇത് കണ്ട് ഈ പരിശോധക സംഘം അത്ഭുതപ്പെട്ടു. കാര്യം വലിയൊരു അപകടമാണ് ഉണ്ടാകുന്നത്. കാര്യം ഇത് ദ്രവീകൃത ഓക്സിജനാണ് ലീക്കാകുന്നത്. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് തീപിടുത്ത സാധ്യതയുള്ളൊരു വാതകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോക്കറ്റ് ജ്വലിക്കുമ്പോൾ വലിയ രീതിയിലുള്ള തീയും പുകയും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിൽ പോലും ഈ ഓക്സിജൻ പുറത്തേക്ക് വന്നാൽ ഈ റോക്കറ്റ് ആ വിക്ഷേപണ തറയിൽ വെച്ച് തന്നെ വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. മുൻപ് ഇത്തരം ദൗത്യങ്ങളിൽ ഇതേപോലെ അപകടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ചലഞ്ചർ അപകടമൊക്കെ ഈ ഇത്തരത്തിൽ മനുഷ്യരെ അടക്കം വഹിച്ചുകൊണ്ടുപോയി അത് വിക്ഷേപിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പൊട്ടിത്തെറിച്ച അനുഭവമുണ്ട്. അതേപോലെ കൽപ്പന ചൗള തിരിച്ചു വരുന്ന വഴിക്കാണ് അപകടം ഉണ്ടായത്. പക്ഷേ അപ്പോഴും വിക്ഷേപിച്ച സമയത്തുണ്ടായ ചെറിയ പാളിച്ച ആ അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയത്. അപ്പോൾ അത്തരത്തിൽ തുടക്കത്തിലെ ഇത്തരത്തിലൊരു പാളിച്ച കണ്ടെത്തി അത് നമ്മൾ ISRO ചെയർമാൻ കർശന നിലപാടെടുത്തുകൊണ്ട് മാത്രം അങ്ങനൊരു സംഗതി കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ 4 പേരടങ്ങുന്ന ആ ദൗത്യ സംഘവും ആ റോക്കറ്റും കത്തിച്ചാമ്പലാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പാളിച്ച പരിഹരിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ പുതിയ ലോഞ്ചിങ് ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടോ? അതെ, ഇനിയിപ്പോൾ വരുന്ന 19-ാം തീയതി ഈ പറയുന്ന ആക്സിയം 4 വിക്ഷേപണത്തിന് സജ്ജമാണ്. 19-ാം തീയതി തന്നെ ഇതിൻ്റെ വിക്ഷേപണം സാധ്യമാകുമെന്നുള്ള അവസാന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ഇത് ഒരു 40 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് പോകുന്നു എന്ന ആ ഒരു കൗതുകത്തിനപ്പുറം
നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കാര്യം ഈ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നയാൾ ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. അതായത് ഇദ്ദേഹമാണ് ഈ ഗഗൻയാൻ പദ്ധതിയെ നയിക്കുന്നയാൾ. ഇദ്ദേഹം ഈ പറയുന്ന ആക്സിയം 4 ദൗത്യത്തിൽ പങ്കാളിയാകുകയും ഈ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്ന, അതായത് കൂട്ടി യോജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളും കൂടിയായിരിക്കും ഈ പറയുന്ന ശുഭാൻഷു ശുക്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടുന്ന ഒരു അനുഭവ സമ്പത്ത് ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് മുതൽക്കൂട്ടാകും. ഗഗൻയാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ശൂന്യാകാശത്തേക്ക് 4 സഞ്ചാരികളെ, നമ്മുടെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ അടക്കമുള്ള 4 സഞ്ചാരികളെ എത്തിക്കുന്നത് മാത്രമാണ് ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി. പിന്നീട് ഇന്ത്യ 2040 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയുടെ തന്നെ സ്വന്തം ബഹിരാകാശ നിലയം ബഹിരാകാശത്ത് സ്ഥാപിക്കാനും ഇന്ത്യ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസാനവട്ട ഒരുക്കം എന്ന നിലയിലാണ് ഈ ആക്സിയം 4നെ പരിഗണിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഠിനമായ പരിശീലന മുറകൾ, കഠിനമായ സമയം, മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് കഠിനമായ പരിശീലന മുറകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ മനുഷ്യരും ഒരു ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ജീവൻ പണയം വെച്ചിട്ടുള്ള ഏർപ്പാടാണെന്ന് നിസ്സംശയം പറയണം. കാരണം ഇത്തരത്തിലുള്ള അപകട സാധ്യത ഏറെ ഉള്ള ഒരു സംഗതിയാണ് ഈ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യ സാധ്യമല്ലാത്ത വേഗതയിലാണ് ഈ ബഹിരാകാശ വാഹനങ്ങൾ ശൂന്യാകാശത്തേക്ക് കുതിക്കുന്നത്. അപ്പോൾ ആ വേഗതയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള കഠിനമായ പരിശീലന മുറകൾ ഓരോ ബഹിരാകാശ സഞ്ചാരിയും അനുഭവിക്കുന്നതാണ്, കടന്നു പോകേണ്ടതാണ്. അത്തരം കഠിനമായ പരിശീലന മുറകളൊക്കെ പൂർത്തിയാക്കിയ ഒരാളാണ് ശുഭാൻഷു ശുക്ല. അദ്ദേഹത്തിന് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് ഇന്ത്യക്കൊരു മുതൽക്കൂട്ടാണ്. ഇന്ത്യയുടെ വരുംകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അദ്ദേഹത്തിന് അനുഭവ സമ്പത്ത് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം ഈ ഒരു സംഗതിയെ ഉറ്റുനോക്കുന്നത്. ഏതായാലും 19-ാം തീയതി ഈ പറയുന്ന ആക്സിയം 4 ബഹിരാകാശത്തെ നിലയത്തെ ലക്ഷ്യമാക്കി കുതിച്ചുയരും. പിന്നെ മറ്റൊരു സംഗതിയും കൂടി ഇതിൻ്റെ അപ്ഡേഷനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വിവരമാണ്. അതായത് ഈ പറയുന്ന ലിക്വിഡ് ഓക്സിജൻ ലീക്ക് മാത്രമാണ് ഇതിൻ്റെ തകരാറ് എന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ഉള്ള പരിശോധനയിൽ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ റഷ്യയുടെ ഭാഗമായ ഒരു സർവീസ് മൊഡ്യൂളുണ്ട്. അത് സെസ്ദ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. അപ്പോൾ അവിടെയും ഒരു വാതക ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നവും പരിഹരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ പറയുന്ന ആക്സിയം 4ഉം സ്പേസ് എക്സും അടക്കമുള്ള ഏജൻസികൾ ആ കാര്യവും കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും ഈ പറയുന്ന 19-ാം തീയതി വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്ന് തന്നെ ശുഭാൻഷു ശുക്ല അടങ്ങുന്ന 4 അംഗ സംഘം ബഹിരാകാശത്തേക്ക് എത്തും.